PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പം നമ്മൾ ഇന്നൊരു വഴുതന കൃഷിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ പൊതുവേ അങ്ങനെ വഴുതന കൃഷിയെ പറ്റി പറയാറില്ല. പക്ഷെ ഇന്നിത് പറയാനുള്ള പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ ഒരു തരം വഴുതന ഉണ്ടല്ലോ, അത് വളരെയധികം ഉണ്ടാകുന്നത്, അത് ഒത്തിരി പ്രതിരോധ ശക്തി ഉള്ളതാണ്. കണ്ടു ഇതുമേ. അപ്പം നമ്മളതിന് പ്രത്യേക ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഇതിൽ ധാരാളമായിട്ട് വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില ചെടികള് ഒത്തിരി അധികം പ്രതിരോധ ശക്തിയുള്ള, അപ്പൊ വഴുതനയില് ഒത്തിരി അധികം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതൊന്ന് പറയാം. പിന്നെ ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ വഴുതനങ്ങ ഇപ്പൊ ഇവിടെ വീണ് ഇങ്ങനെ ഒരു കിടക്കണ അവസ്ഥയാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതിന് ഒരു കമ്പൊക്കെ കുത്തി കെട്ടി കൊടുക്കണം. കാരണം ഇതിലിപ്പൊ തന്നെ ഓൾറെഡി ധാരാളം കായകളുണ്ട്. അത് കൂടാതെ ഇനിയിപ്പോ ഒത്തിരി അധികം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അതിന് നല്ലൊരു സ്ട്രോങ് കമ്പൊക്കെ കുത്തി അതിനെ കെട്ടി കറക്റ്റ് ചെയ്യുക. ഇപ്പൊ മഴയൊക്കെ പെയ്ത സാഹചര്യത്തില് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. മഴയത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കും അത് ഇതേപോലെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെ. കണ്ടു ഇതുമ്പോ ധാരാളം വഴുതന കണ്ടിട്ട് ഈ ഒരു കളർ തന്നെ പച്ച, അതും ഒത്തിരി അധികം ഉണ്ടാവണ ഒരു വഴുതനയാണ്. അപ്പൊ ദേ നമ്മൾ അതിനെ കമ്പൊക്കെ കെട്ടി കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിന്റെ ചോട്ടിലൊക്കെ പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പറിച്ച് കളഞ്ഞ് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിന്റെ ചോട്ടില് നന്നായിട്ട് അങ്ങ് കൂമ്പാരാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ മണ്ണ് കൂമ്പാരാക്കി കൊടുക്കണ സമയത്ത് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ടുകൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മണ്ണിലൂടെയുള്ള പ്രശ്നത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ് കേട്ടോ ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതിന്റെ ചോട്ടില് കുതിർത്തി ഒഴിച്ചു കൊടുക്കണത്. മറക്കരുത്, ഈ ഒരു സമയത്ത് ഇതിന് വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തി ചോട്ടില് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിക്ക് തന്നെ ഇതിന് കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ കേടായ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇതിന് ഏതൊക്കെ ഇലകൾ കേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇങ്ങനെ അധികം മുരടിച്ച് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതിനിപ്പോ അധികം അങ്ങനെ കേടുപാടുകളൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വഴുതനയ്ക്ക് നല്ല രീതിയിൽ പ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇതിനധികം പ്രശ്നമൊന്നും ഉണ്ടാവാത്തത്. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിൽ ഒരുപാട് വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രതിരോധ ശക്തി ഉള്ളതാണ്. എങ്കിലും ഇതിനധികം പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഇതിന് വേപ്പെണ്ണ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ സോപ്പധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഒഴിച്ച് 2 ml വേപ്പെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ആഴ്ചയും നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈ പുഴുവിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ഈ വഴുതനയ്ക്ക് ഉണ്ടാവുന്നതാണ് പുഴുവിന്റെ ഉപദ്രവം, അത് ഉണ്ടാവാതെ നല്ലൊരു സംരക്ഷണമാണ്. അതുപോലെ മണ്ണിലൂടെയുള്ള തണ്ടുതുരപ്പ് പുഴു വരാതിരിക്കാനും വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ഈ ഒരു കളറുള്ളതും അതുപോലെ ഇതിൻ്റെ ഒരു പച്ചയുണ്ട് അതും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ ധാരാളമായിട്ടുണ്ടാവും. ഇനി ഇതുകൂടാതെ വെണ്ടയില് ഒരു സംഭവമുണ്ട്, അതും ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. 1 വർഷം കഴിഞ്ഞു, ഇപ്പോഴും കണ്ടു ധാരാളമായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു വെണ്ടച്ചെടി കണ്ടു, ഇത് ചുമന്ന വെണ്ട, ഇതിലും അതെ ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതിന്റെ ഈ ഇലകളൊക്കെയാണ് കുറച്ച് പ്രശ്നം. അപ്പൊ അങ്ങനെ നമ്മൾ വരുന്ന ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതിനും അതെ നമ്മൾ വേപ്പെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ അതിന്റെ ചുവട്ടിലും അതെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തി കൊടുക്കുക. ഇതിന്റെ കട കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കണ്ടല്ലോ അല്ലെ. ഇതിന്റെ ചുവട് ഭാഗം കണ്ടു, നല്ല വണ്ണത്തിൽ നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ചുമപ്പ് വെണ്ടയാണ്. അപ്പൊ ഈ ഒരു വെണ്ടയാണെന്നുണ്ടെങ്കിലും നല്ല പ്രതിരോധ ശക്തി ഉള്ളതാണ്. ഇതിനധികം കെയറിങ് ഒന്നും ഇല്ലെങ്കിലും ധാരാളമായിട്ടുണ്ട്. അപ്പൊ ചില ചെടികൾക്ക് നമ്മൾ ഒരുപാട് കെയറിങ് കൊടുക്കണ്ട. അതിൽ പെട്ടതാണ് ഈ വെണ്ടയും ഈ വഴുതനയും. അതുപോലെ തന്നെ ഉജ്ജ്വല, ഭാസ്കര, സിറ, ബുള്ളറ്റ് ഇങ്ങനെയൊക്കെയുള്ള മുളകുകളും. പിന്നെ ഇനിയിപ്പോ ഇതിന് സംഭവിക്കുക ഇങ്ങനെ പുഴുവിന്റെ ഉപദ്രവമാണ്. അപ്പൊ ആ പുഴുവിന്റെ ഉപദ്രവം കണ്ടു കഴിഞ്ഞാല് ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഇല ചുരുട്ടി പുഴുവിന്റെ ഉപദ്രവം വരും. അപ്പൊ ആ ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിന് നീം ഓയിൽ കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യണ സമയത്ത് നല്ല തരം, അതായത് പ്രതിരോധ ശക്തിയുള്ള തരം വിത്തുകളോ തൈകളോ വാങ്ങി നടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ ധാരാളമായിട്ട് വിളവെടുക്കാനായിട്ട് പറ്റും.
പിന്നെ ഇതിന് എല്ലാത്തിനും വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കേടും കൂടാതെ ധാരാളമായിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടുള്ളവർ ഇത് കളയേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഇതിന് വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടും കേട്ടോ. കണ്ടു, ഇതിൽ ഇപ്പോഴും അത് ധാരാളം വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുമന്ന വെണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രതിരോധശക്തി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സംഭവം പറയാനും കാണിക്കാനും മറന്നു കേട്ടോ. നമുക്കത് കണ്ടിട്ട് വരാം. അതെ, ഇത് കണ്ടുവോ? ഇതിപ്പോ കണ്ടിട്ട് ഇപ്പൊ നിങ്ങക്ക് അതെ ഒന്നും തോന്നുന്നുണ്ടാവില്ല അല്ലെ? നമ്മളൊരു ആകാശ കൃഷിയെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. ആ ഒരു ആകാശ കൃഷിയാണ്, അതിന്റെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേ നിങ്ങൾക്ക് ഇതിലെ ഗ്രോ ബാഗുകളും നെറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ചേന വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചെടികൾ പടർത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ 8 മാസം കഴിഞ്ഞാലാണ് ഈ ചേനയുടെ വിളവെടുപ്പും കാര്യങ്ങളും. ഇനിയിപ്പോൾ ചേന മുളച്ച് വരും. അപ്പോൾ അതിടയിൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ അത് കാണിക്കാം കേട്ടോ, അതിനെ പറ്റിയൊക്കെ പറയാം. ഇതിലൊക്കെ നമ്മൾ ചേന വെച്ചിട്ടുണ്ട്. ചേന ചെറുതായിട്ട് മുള വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പയറ് നമ്മൾ വിത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പയറ് വിത്തും ഇപ്പോൾ മുളച്ച് വരും. അപ്പോൾ പയർ വിത്ത് മുളച്ച് അത് കറക്റ്റായി നമ്മൾ ഈ പന്തലിലൂടെ ആക്കും. ചേനയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മേലോട്ടും ഇതായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അതിൻ്റെ ഓരോ ഘട്ടം നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം. ഇപ്പൊ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ അല്ലെ എല്ലാവരും? അപ്പൊ എല്ലാവരും എന്താ പറയാ, പന്നി പെരിച്ചാഴി ഇതിനൊക്കെ പ്രശ്നമുള്ളവര്, അതിനൊക്കെ ഭയക്കുന്നവർക്ക് ഈ ഒരു കൃഷി വളരെ നല്ലതാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് മൂലം നിലത്തും നമുക്ക് കൃഷി ചെയ്യാം, മുകളിലും ഇങ്ങനെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പേസ് പോവില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒത്തിരി പ്രയോജനപ്രദമായ വീഡിയോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.